കൃഷ്ണൻകുട്ടി ദാസ്, നമ്മൾ വിശാല മനസ്കരായി ചെയ്ത കാര്യം ഇന്ന് തിരിഞ്ഞു കൊത്തുന്നു. അന്ന് പ്രശ്നം പരിഹരിക്കാനാണ് ഇടപെട്ടതെങ്കിൽ ഇന്ന് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, ഞാൻ പറഞ്ഞതൊന്നും ശരിയല്ല എന്നാണ് ശ്രീ സേനാപതി വേണു പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ 2008 2009 ഞാൻ 2007 2012 ഇടയ്ക്കാണ് LLB പഠിക്കുന്നത്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ വായിച്ചിട്ട് ഒരു മാതൃഭൂമി ആഴ്ച പതിപ്പ് 2008-09 ആണ്. അതിൽ സാമാന്യക്ഷയുമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അതായിരുന്നു അവരുടെ മുഖപ്രസംഗവും. ആ മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ കവർ തന്നെ ഇന്ദിര സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോഴും അതിനെ രാത്രി എന്ന് വിളിച്ചു എന്നായിരുന്നു. സാമാന്യക്ഷയുടെ ഇന്റർവ്യൂ വന്നിട്ടുള്ള മാതൃഭൂമിയാണ്. അങ്ങ് അതൊന്നും എടുത്ത് വായിച്ചു വെക്കണം. ഞാനല്ല പറയുന്നത് തന്നോട് അനാദരവ് കാണിച്ചത്, സാമാന്യക്ഷ തന്നെയാണ് പറയുന്നത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആക്കണം എന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. ആർമിയിൽ നിന്ന് തന്നെ സാമാന്യക്ഷയെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആക്കണം, 2 വർഷത്തെ എക്സ്റ്റൻഷൻ കൊടുക്കണം എന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അത് അംഗീകരിച്ചിട്ടില്ല. ബിപിൻ റാവത്തിന്റെ കാര്യത്തിൽ നമ്മളത് ചെയ്ത് മാതൃക കാണിച്ചിട്ട് അത് അസാധ്യമല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല. പെൻഷനും അലവൻസും കൊടുക്കാത്ത കാര്യം അദ്ദേഹം സൂചിപ്പിച്ചതുമില്ല. 2007 APJ അബ്ദുൽ കലാം പോയിട്ടാണ് ഒറ്റ ചെക്കിൽ അദ്ദേഹത്തിന്റെ 34 വർഷത്തെ പെൻഷനും അദ്ദേഹത്തിന്റെ അരിവേഴ്സും തീർത്തത് എന്ന കാര്യത്തിൽ അങ്ങേക്ക് സംശയമില്ലല്ലോ. അപ്പോ ആ കാര്യത്തിലെല്ലാം വലിയ വീഴ്ചകൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നമുക്ക് സമയം കഴിഞ്ഞത് കൊണ്ട് മാത്രം കാര്യം പ്രേക്ഷകർ പൊറുക്കില്ല. നമുക്ക് ഈ ചർച്ച തുടരാം. കാര്യം അത് എങ്ങനെ വേണം സൈന്യത്തോട്, സൈനികരോട് നമ്മൾ പ്രത്യേകിച്ച് പല കാലഘട്ടത്തിലുമുള്ള രാഷ്ട്രീയ നേതൃത്വം ചെയ്തത് എന്ത് എന്ന് രാജ്യമെമ്പാടുമുള്ള സൈനികരും കൂടി കാണുന്ന ഒരു ചർച്ച കൂടിയാണിത്. നമുക്കത് വേറെ തന്നെ ചർച്ച ചെയ്യാം.